പക്ഷേ ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു ഫീച്ചറാണ് ഫോട്ടോഷോപ്പ് ഈ അടുത്തിടെ ഇറങ്ങിയിരിക്കുന്ന റൊട്ടേറ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. ഏതൊരു ഒബ്ജക്റ്റിനെയും ഏത് ഡയമെൻഷനിലേക്കും തിരിക്കാൻ പറ്റുന്ന ഈ ഒരു ഫീച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോട്ടോഷോപ്പിൻ്റെ ബീറ്റ വെർഷനിലാണ് ഈ ഒരു ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഫോട്ടോഷോപ്പിൻ്റെ ബീറ്റ വെർഷനിൽ ക്രിയേറ്റീവ് ക്ലൗഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോമിൽ തന്നെ പോയാൽ കാണാൻ പറ്റും. ഇവിടെ ഇനി അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ ആപ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബീറ്റ എന്നുള്ളിടത്ത് വന്നാൽ ബീറ്റ വെർഷൻ നമുക്കവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അതല്ലെങ്കിൽ അവിടുന്ന് അത് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ റൊട്ടേറ്റ് എന്ന് പറയുന്ന ഫോട്ടോഷോപ്പിൻ്റെ ഏറ്റവും പുതിയ ഫീച്ചർ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഇവിടെ കോണ്ടക്സ്റ്റുവൽ ടാസ്ക് ബാറിൽ വന്നു കഴിഞ്ഞാൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ലഭിക്കും. ഇനി ഈ ടാസ്ക് ബാർ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ക്യാൻവാസിൻ്റെ ഔട്ട് സൈഡിൽ പോയിട്ട് വെറുതെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹൈഡ് കോണ്ടക്സ്റ്റുവൽ ടാസ്ക് ബാർ അല്ലെങ്കിൽ ഷോ കോണ്ടക്സ്റ്റുവൽ ടാസ്ക് ബാർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ആ ടാസ്ക് ബാർ ലഭിക്കും. അവിടെ നിന്ന് നമുക്കിതിനെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ഭംഗിയായി റിമൂവ് ആയിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് ഇതിനെ എങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം എന്നുള്ളത് കൺട്രോൾ T കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ട്രാൻസ്ഫോം ചെയ്യാം, അല്ലെങ്കിൽ എഡിറ്റിൽ പോയിട്ട് ട്രാൻസ്ഫോം സ്കെയിൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അവിടുന്ന് നമ്മൾ ഈ കോണ്ടക്സ്റ്റുവൽ ടാസ്ക് ബാറിൽ റൊട്ടേറ്റ് ഒബ്ജക്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഫോട്ടോഷോപ്പ് അതിൻ്റെ ഒരു പ്രാരംഭ നടപടി എന്നുള്ള നിലയ്ക്ക് അതൊന്ന് പ്രിപ്പയർ ആവും. ഇവിടെ പൂർത്തിയായി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ഒരു ബൗണ്ടിങ് ബോക്സ് നമുക്ക് ലഭിക്കും. ഇതിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇനി റൊട്ടേറ്റ് ചെയ്യാം. അതായത് കണ്ടോ, ഇങ്ങോട്ട് തിരിക്കാം, ഇങ്ങനെ തിരിക്കാം. ഇനി അതല്ല മുകളിലേക്ക് നോക്കണമെങ്കിൽ മുകളിലേക്ക് നമ്മൾ ടോപ്പ് വ്യൂ നമുക്ക് നോക്കാം. ഇനി അതല്ല ബോട്ടം വ്യൂ, താഴെ നിന്നുള്ള വ്യൂ വേണമെങ്കിൽ അങ്ങനെ ഇത്തരത്തിൽ ഇനി നമുക്ക് അതിനെ ഒരു ഡിസ്റ്റോർഷൻ പോലെ ഒരു എഫക്റ്റിലാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി കുറവ് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ഒരു പ്രിവ്യൂവിൽ ഫോട്ടോഷോപ്പിൽ അത് പ്രിവ്യൂ കാണുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്നതാണ്. നമുക്ക് പക്ഷേ ഒരു ക്ലാരിറ്റിക്കൊന്നും കാര്യമായ ലോസ് വരാതെ തന്നെ നമുക്കത് ലഭിക്കും. അതിനുവേണ്ടി നമ്മൾ ഡൺ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ ആ ഒരു പ്രോസസ്സ് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റി. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കാര്യമായി നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ കട്ടൗട്ട് ആയിരിക്കുന്ന ഭാഗങ്ങളിലാണെങ്കിലും കൃത്യമായി തന്നെ അവയെല്ലാം കേബിളുകളും അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കുറേ ന്യൂനതകൾ ഇതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക് പീസ് പോലെ ഒരു സംഗതി ഇങ്ങനെ വന്നിട്ടുണ്ട്, ഒരു ആർട്ടിഫിഷ്യലായിട്ടൊരു സംഗതി പോലെ. അങ്ങനെയുള്ള ചെറിയ തെറ്റുകളും ചെറിയ പ്രശ്നങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ആദ്യമായി അവതരിപ്പിക്കുന്നുള്ള നിലയിൽ നമുക്ക് വളരെ നല്ലൊരു റിസൾട്ടാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്കൊരു പ്രൊഡക്റ്റ് ഇമേജ് ചെയ്യുവാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ അവതരിപ്പിക്കേണ്ടതായി വന്നാൽ അതിനെ നമുക്ക് ഒരു 3 ഡയമെൻഷനിൽ എത്തിക്കുവാൻ വേണ്ടി ഇവിടെ ഇതൊരു പ്രൊഡക്റ്റ്, ഒരു പെർഫ്യൂമിൻ്റെ ഒരു ഫോട്ടോയാണ്. ഇതിൽ നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പെർഫ്യൂം മാത്രമായി നമുക്ക് ലഭിക്കും. അതിനോടൊപ്പം തന്നെ ആ ലീഫ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാം. ഇവിടെ നമുക്കത് മാറ്റിക്കളയാം. ഇനി നമുക്ക് കൺട്രോൾ T കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റൊട്ടേറ്റ് ഇമേജ് എന്നുള്ളിടത്ത് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേഷന് വേണ്ടി ഉള്ള ആ ബൗണ്ടിങ് ബോക്സ് അത് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇനി നമുക്ക് ആ ബോക്സ് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് അതിനെ ഏത് ദിശയിലേക്ക് വേണേലും ഇങ്ങനെ, ഇനി താഴേക്ക് ഇങ്ങനെ. ഇവിടെ നമുക്കിങ്ങനെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ ഡൺ കൊടുക്കുക. അതിമനോഹരമായ ഒരു റിസൾട്ടാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. എവിടെയും ഒരു ക്ലാരിറ്റി ലോസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അതിമനോഹരമായിട്ട് നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി നമുക്കൊരു പുതിയ ബാക്ക്ഗ്രൗണ്ട് അതിനെ ക്രിയേറ്റ് ചെയ്താൽ പോലും ഇവിടെ നമുക്കൊരു പുതിയ ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. മിനിമൽ
ബാക്ക്ഗ്രൗണ്ട് ഇൻ പിങ്ക് കളർ എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അത് നന്നായിട്ട് മെർജായി അവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു നമ്മുടെ കസ്റ്റമറിന് വേണ്ടി നമുക്കൊരു പോസ്റ്റർ ചെയ്യണമെങ്കിൽ, ഒരു പരസ്യം ചെയ്യണമെങ്കിൽ നമുക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അതിമനോഹരമായ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇവിടെ ടൈപ്പ് ടൂൾ എടുത്തിട്ട് നമ്മൾക്കൊരു നല്ല ഒരു പെർഫ്യൂമിൻ്റെ പേര് നമുക്ക് എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് നിമിഷ നേരം കൊണ്ട് ഒരു പെർഫ്യൂമിന് വേണ്ടി ഒരു ബാനർ, ഒരു ഹീറോ ബാനറോ അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു മിനിമൽ സ്റ്റൈലിലുള്ള അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിച്ചെന്ന് നോക്കുക. ഇനി ഇതൊരു പോർട്രേറ്റ് ചിത്രമാണ്. ഒരു പ്രായമുള്ള ഒരാളുടെ പോർട്രേറ്റാണ് ഇത്. ഈ ഒരു ആവശ്യം നമുക്ക് കുറച്ച് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഈ ഒരു ചിത്രത്തെ നമുക്കൊരു കുറച്ച് നേരെയാക്കണം, അല്ലെങ്കിൽ വേറൊരു സൈഡിലേക്ക് തിരിക്കണം എന്ന് ഈ ഒരു റൊട്ടേറ്റ് എന്ന് പറയുന്ന ടൂളിൻ്റെ ഉപയോഗം കാണിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി Ctrl+T കൊടുക്കുന്നു. എഡിറ്റിൽ പോയിട്ട് ട്രാൻസ്ഫോം സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നു. ഇവിടെ നിന്നും ഇത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഈ കോണ്ടെക്സ്റ്റൽ ടാസ്ക് ബാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഒരു റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബൗണ്ടിങ് ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി കുറച്ച് സമയം, ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് താഴെയുള്ള ഒരു സമയം അതെടുക്കും. ഇതിന് ശേഷം നമുക്ക് ആ ഒരു ബോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അതിനെ റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ ആ ബോക്സ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇനി നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ ക്ലാരിറ്റിയിലോ അല്ലെങ്കിൽ ഷേപ്പിലോ ഒന്നും കാര്യമായ വ്യത്യാസമില്ലാതെ നമുക്കൊരു മനോഹരമായിട്ടുള്ള ഒരു റൊട്ടേഷൻ ഇവിടെ നടത്തുവാൻ നമുക്ക് പറ്റി. ഇനി മറ്റൊരു കാര്യം, നമുക്കിത് പോരാ എന്ന് തോന്നിയാൽ, നമുക്ക് കുറച്ചും കൂടെ മാറ്റം വരുത്തണം എന്ന് തോന്നിയാൽ ഇവിടെ എഡിറ്റ് റൊട്ടേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്നും നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങോട്ട് തിരിക്കണമെങ്കിൽ ഇങ്ങനെ തിരിക്കാം. നമുക്ക് ഇവിടെ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് നമുക്ക് ഇവിടെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിന് കാര്യമായ വ്യതിയാനം സംഭവിക്കാതെ വളരെ കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് ഇവിടെ കിട്ടി. ഇതിൽ നമുക്ക് റീസ്റ്റോറേഷൻ പോലെയുള്ള ജോലികൾ, റീടച്ചിങ് ആൻഡ് റീസ്റ്റോറേഷൻ പോലെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ഇത് വളരെ സഹായകമായ ഒരു ടൂളാണ്. അപ്പം ഈ റൊട്ടേഷൻ ടൂളിനെ നമുക്ക് വിവിധ ഉപയോഗങ്ങൾക്കായി ഫോട്ടോഷോപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നമ്മൾക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്കതിനെ ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ടൈപ്പ് ടൂളിൽ ഇത് നേരിട്ട് വർക്ക് ചെയ്യില്ല. ടൈപ്പ് ടൂളിൽ നമ്മൾ എഡിറ്റ് ട്രാൻസ്ഫോമിൽ പോയി കഴിഞ്ഞാൽ നേരിട്ട് അവിടെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റാസ്റ്ററൈസ് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് പിന്നീട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഫോട്ടോഷോപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പ്രീമിയം ഫീച്ചേഴ്സിൻ്റെ വിഭാഗത്തിൽ പെടും. അതിൽ നമുക്കിവിടെ പ്രീമിയം ഫീച്ചർ എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഹോം എന്നുള്ള ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീമിയം ഫീച്ചർ നമുക്കത് എത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. 4000 ക്രെഡിറ്റ് ഉള്ളിടത്ത് 3325 ക്രെഡിറ്റാണ് എനിക്ക് ബാക്കി നിൽക്കുന്നത്. ഇത് ഒരു ഫയർഫ്ലൈ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ ബേസിക് കാര്യങ്ങൾക്ക് വേണ്ടി, ഇപ്പം നമ്മൾ ഫയർഫ്ലൈ ഉപയോഗിച്ചൊരു ഇമേജ് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജനറേറ്റീവ് ഫിൽ, ജനറേറ്റീവ് എക്സ്പാൻഡ്, ഇത്തരം കാര്യങ്ങൾക്കൊന്നും നമ്മൾക്ക് എക്സ്ട്രാ പോയിൻറ്റുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റുകൾ ആവത്തില്ല. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് 20 പോയിൻ്റ് ഓരോ പ്രാവശ്യവും കട്ടാവും. 20 പോയിൻ്റ് നമ്മൾക്ക് ഓരോ പ്രാവശ്യവും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 20 പോയിൻ്റ് ഇവിടെ നിന്നും കട്ടാവും. ഈ പോയിൻറ്റുകളെല്ലാം തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അഡീഷണലായിട്ട് പിന്നെ അത് പർച്ചേസ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി അറൗണ്ട് 1000 റുപ്പീസ്, 1000 രൂപ അടുത്ത് ചിലവാകും. അപ്പം നമുക്ക് അത് അങ്ങനെ. മറ്റൊരു കാര്യം, നമ്മൾ ഇവിടെ നമ്മൾ ഒരു പ്രാവശ്യം ഒരു പടം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റ് റൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും എക്സ്ട്രാ പിന്നീട് നമുക്ക് ആ 20 ക്രെഡിറ്റിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എഡിറ്റ് റൊട്ടേഷന് പ്രത്യേകിച്ച് ക്രെഡിറ്റുകളൊന്നും നമുക്ക് നഷ്ടപ്പെടില്ല.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഇത്തരത്തിലുള്ള വീഡിയോകൾ, അത് ഫോട്ടോഷോപ്പുമായി ബന്ധപ്പെട്ട, ഇൻഡിസൈൻ, ഇല്ലസ്ട്രേറ്ററുമായി ഒക്കെ ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പുതിയ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഇടയ്ക്കൊന്ന് വന്ന് സന്ദർശിച്ച് പോകാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.